എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മഹാത്മ്യം എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല. നമ്മെ കേവലം സ്വർഗത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം. നമ്മെ രക്ഷിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കേണ്ടതിനാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധരും നിഷ്കളങ്കതുമായ ഒരു ജീവിത പന്ഥാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധരായി ജീവിക്കാനായിട്ട് കഴിയുമോ? നിഷ്കളങ്കരായി ജീവിക്കാനായിട്ട് കഴിയുമോ? തീർച്ചയായും കഴിയും. അതിനാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. കേവലം സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. ഈ ലോകത്തിൽ നമ്മെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ മൂല്യം മനസ്സിലാക്കണം. നമ്മെ മനസ്സിലാക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ മഹാത്മ്യം മനസ്സിലാക്കണം. കർത്താവ് അതിനായി നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.